ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ ചക്കിക്കൊത്ത ചങ്കരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് കാണുമ്പോഴൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് ഈ പ്രേമം തുടങ്ങിയ കാലം മുതൽ അങ്ങനെയാണോ, അതെയോ ഇങ്ങനെ വിവാഹത്തിലേക്ക് എത്തിയപ്പോ അങ്ങനെ ആയതാണോ? അല്ലല്ല, തുടക്കം മുതൽക്ക് അങ്ങനെ തന്നെ അല്ലേ? ഞങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. വേറെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്? എല്ലാരും തന്നെ അറിയാം. ഏകദേശം ഒരേ സ്വഭാവമാണ് ടോം ആൻഡ് ജെറി എന്ന് പറയും, ഇടയ്ക്ക് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയും. പിന്നെ സംഭവ ബഹുലമായ ഒരു കല്യാണമായിരുന്നു നിങ്ങളുടെ അല്ലേ? അങ്ങനെ ഭയങ്കര സംഭവം പോലും ഒന്നായിരുന്നില്ല. നിങ്ങൾക്ക് ഭയങ്കര സംഭവമല്ലായിരിക്കും, പക്ഷെ ഈ കാർ പഞ്ചർ ആവുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ കല്യാണ ദിവസം വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സംഭവമാണ്. കാരണം നമ്മളൊരു ഒരു ഒരു ആ- ഒരു മുഹൂർത്തം തെറ്റാണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോ കാറ് പഞ്ചർ ആവാന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവില്ലേ? പിന്നല്ലേ, ടെൻഷൻ മാത്രല്ല, വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ പൊട്ടി പൊളിഞ്ഞു പോയത്. എന്തായിരുന്നു? ജാട കാണിച്ച് ചെന്ന് ഇവരുടെ നാട്ടിൽ ചെന്ന് ഇറങ്ങണം. ആ ജാടയോട് കൂടി അതിൽ നിന്ന് ഇറങ്ങുക, ആൾക്കാരെ മുന്നിൽ ആ ഒരു നമുക്കൊരു ഇമേജ് ഉണ്ടല്ലോ, അതിലൂടെ ഭയങ്കര അത് കാണിക്കുക, തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാ. കാണിക്കാൻ നിന്നായിരുന്നു. അതെ, അത് ദൈവം 8ന്റെ പണി തന്നെ. 16ന്റെ പണി. എന്നിട്ട് ആ സമയത്ത് ഉണ്ടായ ഒരു വൈക്ലഭ്യം എന്തായിരുന്നു? വൈക്ലഭ്യം പിന്നെ അല്ല, എല്ലാവർക്കും അത് നമ്മക്കല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു സാധനം വേണമെന്നുള്ളത്. അതെ, ആ. പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒന്നും ഇല്ല. കുക്കൊന്നും അറിയില്ല, കുക്കൊന്നും അറിയാൻ കൂടി ഇല്ല. സെറ്റായില്ലേ? തിരിച്ചു പോകുമ്പോൾ സെറ്റായി, പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതൊക്കെ ഈ അതായത് ഈ കല്യാണത്തിന്റെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പോലെ കല്യാണങ്ങൾ ഭയങ്കര വലിയ സംഭവമായിട്ട് നടത്താറില്ല. നിങ്ങൾ ആ സമയത്ത് തന്നെ എല്ലാം പ്ലാൻഡ് ആയിരുന്നു. എന്റെ കല്യാണത്തിന് ഇങ്ങനെ വേണം, ഇത് വേണം, അങ്ങനെ ഇറങ്ങണം. കുറച്ച് ഓവർ പ്ലാൻഡ് ആയിരുന്നു. അതാണ് ആണോ? ഞങ്ങള് കല്യാണം സ്വപ്നം കണ്ടിരുന്ന ആളാണോ? ഒരിക്കലല്ല, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല ചോദിച്ചല്ലേ. ഇവിടെ കണ്ട ഒരു നിമിഷത്തിലാണ് കല്യാണം കഴിക്കേണ്ട മറ്റേത് മാറിയത്. എങ്ങനെയാണ് നിങ്ങൾ നിമ്മി പറയൂ, നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ ഒരു സ്ഥലം അല്ലെങ്കിൽ സംഭവം? നമ്മൾ കണ്ടുമുട്ടിയത് ഒരു ന്യൂ ഇയർ ഇവന്റിലായിരുന്നു. അപ്പൊ അന്ന് നൈറ്റ് ഗോപുന് ഷോ ഉണ്ടായിരുന്നു. ഞാൻ ഗോപു അതന്നെ ഗോപുമോൻ. അപ്പം ഗോപുനെ വീട്ടിൽ വിളിക്കുക ഗോപു എന്നാണ്, ഞാനിട്ട പേരല്ല. അപ്പൊ സ്റ്റേജില് ഗോപു പാടാൻ വന്നു. ആ ഷോ ഹോസ്റ്റ് ചെയ്ത് ഞാനായിരുന്നു. അത് എന്റെ കമ്പനി ഹോസ്റ്റ് ചെയ്ത ഇവന്റ് ആയിരുന്നു. അങ്ങനെ ആ ബാക്ക് സ്റ്റേജിലാണ് ആദ്യം കാണുന്നത്. ഹായ് പറഞ്ഞു, പിന്നെ ബായ് പറഞ്ഞു, പിന്നെ ഹലോ പറഞ്ഞു. നമ്പറൊന്നും കൊടുത്തില്ല. ഗൂഗിൾ ചാറ്റ് ആയിരുന്നു. ഫുൾ ചാറ്റ് ആയിരുന്നു. ഫേസ്ബുക്ക് ചാറ്റ് ആയിരുന്നു. ഗൂഗിള് ആദ്യം FB-ല് ചാറ്റ് ചെയ്തു. അതിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് അവിടെ ഇവന്റ് കണ്ടിന്യൂസ്ലി ഉള്ളത് കൊണ്ടും അവിടെ തന്നെ ആയിരുന്നു ഞാൻ. ഗോപു പോയി വെയിറ്റ് ചെയ്യായിരുന്നു FB-ല്. സലീലില്ലേ, നമ്മുടെ സലീൽ സിംഗർ, സലീൽ അവിടെ ഉണ്ടായിരുന്നു. എടാ നിനക്ക് ഇങ്ങനെ ഒരാളറിയോ, ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, നീ എന്റെ ചാറ്റും നോക്കി നിൽക്കുകയാണല്ലേ, അവിടെ റേഞ്ച് ഇല്ല. എന്നിട്ട് അടുത്ത റിപ്ലൈ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അതിന്റെ ഉള്ളിൽ. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി. അതെ അതെ അതെ. ഒരുപാട് നടത്തിച്ചു അരുണിനെ ഇതുപോലെ ഇഷ്ടമാണെന്ന് പറയാൻ കുറെ സമയം എടുത്തോ? ഇല്ല, അങ്ങനെ പുറകെ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. നമുക്ക് ഒരു കണ്ടപ്പോ തന്നെ ഒരു വൈബ് ഫീൽ ചെയ്തു. നമ്മൾ മീറ്റ് ചെയ്തു, സംസാരിച്ചു. ഈ സംഭവമൊക്കെ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് ഭയങ്കര വലുതായിട്ട് തോന്നിയെന്നുള്ളൂ. കാരണം ഓരോ 5 മിനിറ്റ്സും വെയിറ്റ് ചെയ്യല്ലേ, എന്താ പറയുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്താണ് അവസ്ഥ ഇപ്പൊ? അരുൺ എവിടെയും പുറത്ത് പോയ നിമ്മിയുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കൂ? കാത്തിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു 3 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു കോള് 101% വന്നിരിക്കും.